കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചത് ഇന്ത്യയിലെ ചെറിയ പൂച്ചകൾ അല്ലെങ്കിൽ സ്മോൾ ക്യാറ്റ്സിനെ കുറിച്ചാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ വലിയ പൂച്ചകൾ അഥവാ ബിഗ് ക്യാറ്റ്സിനെ കുറിച്ചാണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഇന്ന് ഞാൻ കാട്ടിലെ കഥകളും അനുഭവങ്ങളും പറയാൻ വരുന്നത് ഇന്ത്യയിലുള്ള വലിയ പൂച്ചകളെക്കുറിച്ചാണ്, ബിഗ് ക്യാറ്റ്സിനെ കുറിച്ചാണ്. അപ്പം അത് സിംഹം, കടുവ, പുലി, ഹിമപ്പുലി, ഇങ്ങനെ 4 പൂച്ചകളാണ് ഇന്ത്യയിലെ ബിഗ് ക്യാറ്റ്സിൽ ഉൾപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചല്ലോ ചെറിയ പൂച്ചകളെ കുറിച്ച്, സ്മോൾ ക്യാറ്റ്സിനെ കുറിച്ച്, 10 എണ്ണത്തെക്കുറിച്ച്. പക്ഷേ ഈ ബിഗ് ക്യാറ്റ്സിൻ്റെയും സ്മോൾ ക്യാറ്റും അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ബ്രിഡ്ജ് ക്യാറ്റുണ്ട്, ഒരു ക്ലൗഡഡ് ലെപ്പേർഡ്. അപ്പോൾ നമുക്ക് ആദ്യം ആ ക്ലൗഡഡ് ലെപ്പേർഡിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. ക്ലൗഡഡ് ലെപ്പേർഡ് ഒരു ബിഗ് ക്യാറ്റുമല്ല, ഒരു സ്മോൾ ക്യാറ്റുമല്ല, അപ്പോൾ ഒരു ബ്രിഡ്ജ് ക്യാറ്റാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ സാധാരണ വലുപ്പം എന്ന് പറഞ്ഞാൽ ഒരു 10 കിലോ മുതൽ 25 കിലോ വരെ വലുപ്പം വെക്കുന്ന ക്യാറ്റാണ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യാറ്റാണിത്. ഇത് സാധാരണ ഒരു ചാര നിറത്തിലും അതിൻ്റെ അകത്ത് മഞ്ഞ കലർന്ന വലിയ ക്ലൗഡ് പാറ്റേണൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മേഘങ്ങളുടെയൊക്കെ പാറ്റേൺ പോലുള്ള ആണ് അതിൻ്റെ ദേഹം മുഴുവൻ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇതിനെ കാണാൻ. ഇത് നല്ല നീളമുള്ള വാലുകളുണ്ട്. ഇതിനെ മെയിനായിട്ട് കാണുന്നത് നോർത്ത് ഈസ്റ്റിലുള്ള കാടുകളിൽ, ഇടതൂർന്ന കാടുകൾ, നല്ല എവർഗ്രീൻ പോലുള്ള കാടുകളിലാണ് ഈ ക്ലൗഡഡ് ലെപ്പേർഡിനെ കാണപ്പെടുന്നത്. ഇന്ത്യയിൽ കൂടാതെ ഇതിനെ നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ഇങ്ങനെ കുറേ ഇന്ത്യയിലുള്ള അയൽ രാജ്യങ്ങളിലൊക്കെ ഇതിനെ കണ്ടുകിട്ടാറുണ്ട്. ഇത് വളരെ പാടാണ് ഇതിനെ കണ്ടുകിട്ടാൻ. നമ്മൾ ഇതിനെ തപ്പിപ്പോയി കഴിഞ്ഞാൽ കാട്ടിലൊന്നും പക്ഷേ നമുക്ക് കാണാൻ പോലും പറ്റില്ല. നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ക്ലൗഡ് ലെപ്പേർഡിനെ ഒന്ന് കാണണമെന്ന്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിനെ കാണാനൊരു മാർഗ്ഗമുള്ളൂ, ഡാർജിലിംഗ് സൂവിൽ, അവിടെ മൃഗശാലയിൽ ഇതിനെ ഇട്ടിട്ടുണ്ട്. കാരണം ഡാർജിലിംഗ് സൂ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് സൂ ആണ്. ഏകദേശം എനിക്കൊന്ന് 2500 മീറ്റർ മേളിലുള്ളൊരു സൂ ആണ് അവിടെ. അവിടെ കുറേയേറെ സ്നോ ലെപ്പേർഡും ക്ലൗഡഡ് ലെപ്പേർഡിനെയും ഒക്കെ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെന്ന് കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ട് കാണാൻ പറ്റും. വയലിൽ എന്തായാലും കാണാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ ഞാനൊരു ദിവസം ഇതിനെ കാണാനായിട്ട് ഡാർജിലിംഗിലെ സൂവിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് സ്നോ ലെപ്പേർഡിനെ കണ്ടു. അവിടെ ഒരു സൈബീരിയൻ ടൈഗർ ഉണ്ടായിരുന്നു, കുറേ ടിബറ്റൻ വുൾഫ്, ഇങ്ങനെ കുറേയേറെ ആനിമൽസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മൃഗം ഈ ക്ലൗഡഡ് ലെപ്പേർഡായിരുന്നു. അതിൻ്റെ പാറ്റേൺ ഒന്നും വിവരിച്ചാൽ പറ്റില്ല, അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇതിൻ്റെ കളർ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പുലിയുടെയൊക്കെ ഒരു ചെറിയ വേർഷൻ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു, നമ്മൾ സ്മോൾ ക്യാറ്റിനെ കുറിച്ച് സംസാരിച്ചും പറഞ്ഞാൽ അതൊക്കെ വലുപ്പത്തിൽ ചെറുതായിരിക്കും, അതിൻ്റെ ഷേപ്പൊക്കെ കണ്ട ഒരു ചെറിയ ക്യാറ്റിനെ പോലെ. പക്ഷേ ക്ലൗഡഡ് ലെപ്പേർഡിനെ കണ്ടാൽ അങ്ങനെയല്ല. ക്ലൗഡഡ് ലെപ്പേർഡിനെ കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ നാട്ടിലുള്ളൊരു ചെറിയ പുലി തന്നെയാണ് അത്. അപ്പം അതുകൊണ്ടാണ് ഇതിനെ ബ്രിഡ്ജ് ക്യാറ്റ് എന്ന് വിളിക്കുന്നത്. ഒറ്റ നോട്ടത്തിൻ്റെ ബിഗ് ക്യാറ്റ്സിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പക്ഷേ ബിഗ് ക്യാറ്റിൻ്റെ അത്രയും സൈസ് ഇല്ലാത്തത് കൊണ്ടും അത് പാന്തേര എന്ന് പറഞ്ഞ ജീനസിൽ ഇല്ലാത്തത് കൊണ്ടുമാണ് ഇതിനെ ഒരു ബ്രിഡ്ജ് ക്യാറ്റായിട്ട് കരുതപ്പെടുന്നത്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ കാട്ടിലൊക്കെ നമ്മൾ ദൂരെ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതൊരു ബിഗ് ക്യാറ്റായിട്ട് തന്നെ നമുക്കിതിനെ കണക്കൂട്ടേണ്ടി വരും. ഇളം മഞ്ഞയും ഒക്കെ കൂടി ഒരു ചാര നിറത്തിലാണ് സാധാരണയായി ഈ ക്ലൗഡഡ് ലെപ്പേർഡിനെ കാണുന്നത്. അതുപോലെ തന്നെ ക്ലൗഡഡ് ലെപ്പേർഡിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല നീളമുള്ള വാലാണ് ഉള്ളത്. ഒരുപക്ഷെ നമുക്കുള്ള ലോകത്തിലുള്ള ഒരു 40ലധികം ക്യാറ്റുകളുടെ എല്ലാം വാലിൻ്റെ നീളം നോക്കിയാൽ ഒരുപക്ഷെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള വാലുള്ളത് ഈ ക്ലൗഡഡ് ലെപ്പേർഡിനായിരിക്കും. അതിൻ്റെ ഒരു പ്രത്യേകത, ഇത് കൂടുതലായിട്ട് മരത്തിൽ ജീവിക്കുന്ന ഒരു ക്യാറ്റാണ്. കൂടുതൽ സമയം ആൾക്കാർ ഇതിനെ കണ്ടിട്ടുള്ളത് മരത്തിൻ്റെ മുകളിൽ വെച്ചിട്ടൊക്കെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ ഒരു സുഹൃത്ത് അരുണാചൽ പ്രദേശിലെ ഒരു കാട്ടിൽ പക്ഷി നിരീക്ഷണത്തിന് പോയത്. അപ്പോൾ ഒരു ബേർഡേഴ്സിൻ്റെ ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. പക്ഷി നിരീക്ഷകരുടെ കാര്യം അറിയാലോ, അവരെ നല്ല ബൈനോക്കുലർ കാണും, നന്നായിട്ട് എവിടെ ഒളിഞ്ഞിരിക്കുന്ന പക്ഷികളെ വേണമെങ്കിലും അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒക്കെ കഴിയുന്ന വളരെ കീനായിട്ടുള്ള ആൾക്കാരാണ് ബേർഡേഴ്സ്. അപ്പം പക്ഷി നിരീക്ഷകർ ഇങ്ങനെ കാട്ടിക്കൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവരുടെ മുന്നിൽ കൂടെ ഒരു ക്ലൗഡഡ് ലെപ്പേർഡ് ഓടിയിട്ട് ഒരു മരത്തിലോട്ട് ഓടിക്കയറി. ഒരു വലിയൊരു മരമാണ്, നല്ല പൊക്കമുള്ളൊരു മരം, ഒത്തിരി നിറച്ചു അല്ല തിങ്ങി നിൽക്കുന്ന ഒരു മരത്തിലോട്ട് ക്ലൗഡഡ് ലെപ്പേർഡ് ഓടി ഫ്രണ്ടിൽ കൂടെ ഓടി കയറിപ്പോയി. അപ്പോൾ ഇവർ 8-10 ഈ പക്ഷി നിരീക്ഷകർ ഈ മരത്തിൻ്റെ ചുറ്റും നിന്ന് നല്ല ബൈനോക്കുലറൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് ഈ ക്ലൗഡഡ് ലെപ്പേർഡിനെ ഒബ്സർവ് ചെയ്യാൻ നോക്കിയിട്ട് അവർക്ക് ആർക്കും പറ്റിയിട്ടില്ല. കാരണം ഇത് മരത്തിൻ്റെ മണ്ടയിൽ എവിടെയോ പോയിട്ട് ഏതോ ബ്രാഞ്ചിൻ്റെ മേളിൽ കയറിയിട്ട് അവരൊന്നും കാണാതെ ഒളിച്ചിരിക്കാൻ പറ്റി. അതൊക്കെയാണ് ഈ ക്ലൗഡഡ് ലെപ്പേർഡിൻ്റെ പ്രത്യേകത. കാരണം മരത്തിൽ നിന്ന് വേറെ മരത്തിലോട്ട് ചാടുമ്പോഴത്തേക്കിനും ഒക്കെ അവരെ ഈ ബാലൻസിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും ഈ വാല്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാലോ, നമുക്ക് നീലഗിരി ലങ്കൂറുണ്ട്, കരിങ്കുരങ്ങ് നല്ല നീളം ഉള്ള വാലാണ്. അത് കൂടുതലായിട്ട് മരത്തിൽ ജീവിക്കുന്ന ഒരു കുരങ്ങ് വർഗ്ഗമാണ്. എന്ന് പറഞ്ഞ പോലെ മരത്തിൽ ജീവിക്കുന്ന ജീവികൾക്കൊക്കെ നീളമുള്ള വാലുകളുണ്ട്. കാരണം അവർക്ക് മരത്തിൻ്റെ ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലോട്ട് ചാടുമ്പോഴൊക്കെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുള്ളത്. എന്ന് പറഞ്ഞ പോലെ ക്ലൗഡഡ് ലെപ്പേർഡിനും വളരെ നീളമുള്ള വാലുകളാണ് ഉള്ളത്. ക്ലൗഡഡ് ലെപ്പേർഡുകൾ 2 സ്പീഷീസ് ഉണ്ട്. ഇന്ത്യയിലും അയൽ രാജ്യങ്ങളിലും കാണുന്നതിനെ മെയിൻലാൻഡ് ക്ലൗഡഡ് ലെപ്പേർഡ് എന്നാണ് പറയുന്നത്. പിന്നെ ഒരെണ്ണം ഉള്ളത് സുണ്ട ക്ലൗഡഡ് ലെപ്പേർഡ് എന്ന് പറയും. അത് ബോർണിയോയിലും സുമാത്രയിലും ഒക്കെ കാണുന്നതിനെയാണ് സുണ്ട ക്ലൗഡഡ് ലെപ്പേർഡ് എന്ന് പറയുന്നത്. കുറേയേറെ ക്യാറ്റ്സിന്, ഈ പൂച്ചകളെ ഇഷ്ടമുള്ള കുറേയേറെ വൈൽഡ് ലൈഫ് എന്തൂസിയാസ്റ്റിക് ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് ക്ലൗഡഡ് ലെപ്പേർഡിനെ കാണാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് ഇപ്പം ബോർണിയോ ആണ്. കാരണം ബോർണിയോയിലൊക്കെ നൈറ്റ് സഫാരിയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേയേറെ നല്ല സൈറ്റിങ്ങളൊക്കെ ആൾക്കാർക്ക് കിട്ടാറുണ്ട്. അപ്പം ഈ ക്ലൗഡഡ് ലെപ്പേർഡിനെ തേടി പോകേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ബോർണിയോയാണ്. ഈ ക്ലൗഡഡ് ലെപ്പേർഡിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള ബിഗ് ക്യാറ്റ്സിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് അതിൻ്റെ തലയോട്ടി സ്കള്ളിൻ്റെ സൈസും അതിൻ്റെ കനൈൻ്റെ ലെങ്ത്തും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് ലോകത്തിൽ ഏറ്റവും നീളമുള്ള കോമ്പൽ കനൈൻ ഉള്ളത് ഈ ക്ലൗഡഡ് ലെപ്പേർഡിനാണ്.
അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മരത്തിലൊക്കെ ഇരിക്കുന്ന ചാടിപ്പോയിട്ട് ഒരു കുരങ്ങിനെയൊക്കെ പിടിച്ച് തിന്നുന്ന സമയത്ത് പെട്ടെന്ന് അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇവർക്ക് നീളമുള്ള കോമ്പലുകളുള്ളത്. അപ്പോൾ ഇവർ മെയിനായിട്ട് ഭക്ഷണം കഴിക്കുന്ന കുരങ്ങുവർഗ്ഗങ്ങളെ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ പന്നികളെ പിടിക്കാറുണ്ട്, മാനുകൾ, അവിടെയൊക്കെ നോർത്ത് ഈസ്റ്റിലൊക്കെ ഉള്ള കേഴമാനുകളൊക്കെ ഇവർ പിടിച്ച് തിന്നാറുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികളെ, പക്ഷികളെയും റെപ്റ്റൈൽസിനെയൊക്കെ ഇവർ പിടിച്ച് കഴിക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് ക്ലൗഡ് ലെപ്പേർഡിനെ കുറിച്ച് നമുക്കറിയാവുന്ന വിവരങ്ങൾ. കൂടുതലായിട്ട് വിവരമൊന്നും നമുക്കറിയില്ല, കാരണം വളരെ കുറച്ച് സൈറ്റിംഗ് മാത്രമേ വൈൽഡിൽ നിന്ന് ഇതിനെ കണ്ടിട്ടുള്ളൂ. മെയിനായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്നവരൊക്കെ ചെയ്യുന്ന ക്യാമറ ട്രാപ്പ് വെച്ചിട്ട് അതിൻ്റെ സൈറ്റിംഗ് എടുത്തിട്ട് അതിൻ്റെ എന്താണ് ബ്രീഡിംഗ് ബിഹേവിയറോ അല്ലെങ്കിൽ ഇതെന്താണ് കഴിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മൊത്തം ഇവർക്ക് കിട്ടുന്ന ഡേറ്റ മുഴുവൻ കിട്ടുന്ന ക്യാമറ ട്രാപ്പിൽ നിന്നൊക്കെയാണ്. അപ്പം വളരെ എലൂസീവായിട്ടുള്ള ക്യാറ്റാണ്, വളരെ അപൂർവമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ക്ലൗഡ് ലെപ്പേർഡിനെ കുറിച്ച് നമുക്കൊന്നും അധികം ഇൻഫർമേഷൻ ഇല്ലാത്തത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ബിഗ് ക്യാറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയില്ല, ബിഗ് ക്യാറ്റ്സ് നമുക്ക് ടൈഗർ ഉണ്ട്, ലെപ്പേർഡ് ഉണ്ട്, ലയൺ ഉണ്ട്, സ്നോ ലെപ്പേർഡ്, സിംഹം, പുലി, കടുവ, ഹിമപ്പുലി, ഇങ്ങനെ 4 എണ്ണമാണ്. ഈ 4 എണ്ണത്തിൽ സിംഹത്തെക്കുറിച്ചും പുലിയെക്കുറിച്ചും കടുവയെക്കുറിച്ചും ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇനി കാര്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും, നിങ്ങൾക്ക് പോയി അതിനെ കാണാം. എങ്കിലും കുറച്ച് കാര്യങ്ങൾ സിംഹത്തെക്കുറിച്ചും കടുവയെക്കുറിച്ചൊക്കെ പറയാൻ നമുക്കൊന്ന് പറഞ്ഞിരിക്കണമല്ലോ. സിംഹം നമുക്കറിയാം, ഗുജറാത്തിലെ ഗീർ വനങ്ങളിലാണ് ഏഷ്യാറ്റിക് ലയൺസ് ഉള്ളത്. ഏഷ്യാറ്റിക് ലയൺസിന് ഏകദേശം ഒരു 600 എണ്ണം മാത്രമാണ് ഇന്ത്യയിൽ അവശേഷിച്ചിരിക്കുന്നത്. ഗീർ വനത്തിൽ മാത്രമല്ല, ഗീർ വനത്തിനടുത്തുള്ള കുറേയേറെ കാടുകളിൽ ഇപ്പോൾ അത് വ്യാപിച്ചിട്ടുണ്ട്. കടുവയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിംഹമല്ല ഏറ്റവും വലിയ ക്യാറ്റ്. സിംഹം ഒരു 200-220 കിലോ വരെ മാത്രം വലിപ്പം വെക്കുന്ന ഒരു മൃഗമാണ്, ക്യാറ്റാണ്. പക്ഷേ കടുവയൊക്കെ 220, 250, 300 കിലോ വലിപ്പമുള്ള കടുവകളെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സിംഹത്തിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിംഹം മാത്രമായിരിക്കും ഒരു പക്ഷേ ലോകത്തുള്ള വേറെ പൂച്ചവർഗമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് ആൺസിംഹത്തെയും പെൺസിംഹത്തെയും കണ്ടാൽ എല്ലാവർക്കും അറിയാം, ആൺസിംഹത്തിന് സടയുണ്ട്, പെൺസിംഹത്തിന് സടയില്ല. അപ്പം ഒറ്റ നോട്ടത്തിൽ എളുപ്പത്തിൽ കണ്ടാൽ തിരിച്ചറിയാവുന്ന ഒരേ ഒരു ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ പറ്റുന്ന ഒരേ ഒരു പൂച്ചവർഗം ഈ സിംഹമായിരിക്കും. പക്ഷേ മറ്റ് പൂച്ചകളൊന്നും നമുക്കിതുപോലെ തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പം സിംഹത്തിൻ്റെ നമ്പർ വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ, ഒരു പ്രത്യേക ഒരു രോഗം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ സിംഹത്തിൻ്റെ വംശം തന്നെ ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാകും. കൂടുതലായിട്ട് കാണാൻ വേണ്ടി നിങ്ങൾ ആ വീഡിയോ പോയി കാണുക സിംഹത്തെക്കുറിച്ചുള്ളത്. ഇനി പുലിയെപ്പറ്റി പറയുകയാണെങ്കിൽ, പുലിയാണ് ഏറ്റവും അഡാപ്റ്റബിൾ ആയിട്ടുള്ള പൂച്ചവർഗം ലോകത്തിൽ തന്നെ. അങ്ങ് ഹിമാലയത്തിൻ്റെ ഫുട്ഹിൽസ് മുതൽ നമ്മുടെ സമുദ്രനിരപ്പ് കണ്ണൂരിലെയും കോഴിക്കോടെയും ഒക്കെ ബീച്ചിൽ വരെ നമ്മൾ പുലിയെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ആ പുലിക്ക് എവിടെ വേണമെങ്കിലും ജീവിക്കാൻ പറ്റും. ടൈഗറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് അത്ര വലിപ്പമില്ല, ഒരു 60-80 കിലോ വരെ മാക്സിമം ആണ് വലിപ്പം വെക്കുന്നത്. അതിന് ദേഹത്തൊക്കെ ഉള്ളത് മാർക്കിങ്സിന് പറയുന്നത്, പുള്ളികൾക്ക് പറയുന്നത് റൊസെറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ റൊസെറ്റ്സും അതിൻ്റെ മുഖത്തും തലയിലും ഒക്കെയുള്ള സ്പോട്സിൻ്റെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമുക്ക് ഇതിനെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റുന്നത്. നമുക്കറിയില്ല, നമ്മുടെ നാട്ടിൽ അടുത്തിടയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള ചീറ്റപ്പുലികളുണ്ട്. അപ്പോൾ ചീറ്റപ്പുലിയുടെ ദേഹത്തൊക്കെ കറുത്ത പൊട്ടുകളാണുള്ളത്. അതേസമയം സൗത്ത് അമേരിക്കയിലുള്ള ജഗ്വാറിൻ്റെ ദേഹത്ത് വലിയ പുള്ളികൾ, ആ റൊസെറ്റ്സിൻ്റെ നടുക്കൊരു കറുത്ത ഡോട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ജഗ്വാറും പുലിയെയും ചീറ്റയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നത്, ഒറ്റ നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പം പുലിയെക്കുറിച്ച് പിന്നീട് പറയുകയാണെങ്കിൽ, പുലിക്ക് എവിടെ വേണമെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റും. ബോംബെ സിറ്റിയിൽ പുലിയുണ്ട്, നാഗ്പൂരിനടുത്ത് പുലിയുണ്ട്, ബാംഗ്ലൂർ സിറ്റിക്കടുത്ത് പുലിയുണ്ട്, ഇവിടെ കോഴിക്കോട് സിറ്റിക്കടുത്ത് കണ്ടെത്തിയിട്ടുണ്ട്, വയനാട്ടിലുണ്ട്, എല്ലായിടത്തും പുലിയുണ്ട്. പുലിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് ഭക്ഷണം മതി. ഒരു കോഴിയെ പിടിച്ച് തിന്നതിന് അതിന് ഒരു 2 ദിവസം താമസിക്കാൻ പറ്റും. പിന്നെ ചിലപ്പോൾ ഒരു പാമ്പിനെ ആയിരിക്കും പിടിച്ച് തിന്നുന്നത്, അല്ലെങ്കിൽ ചില പന്നിയുടെ കുഞ്ഞിനെ ആയിരിക്കും പിടിച്ച് തിന്നുന്നത്. അപ്പം വെറൈറ്റി ആയിട്ടുള്ള പലതരം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ പുലിക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് പുലിയുടെ ഏറ്റവും വലിയ അഡാപ്റ്റബിലിറ്റി. 2015 ഞാൻ സത്പുരയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നീലു പീലു എന്ന് പറഞ്ഞൊരു 2 ബ്രദേഴ്സ്, 2 വയസ്സ് പ്രായമുള്ള 2 പുലികളെ ഞങ്ങൾക്ക് ഒരു 5-6 മാസം തുടർച്ചയായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുലികളെക്കുറിച്ചുള്ള കുറേയേറെ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. കടുവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു ദിവസം മൊത്തം ഇരുന്ന് സംസാരിക്കാൻ പറ്റും. കാരണം ഞാനൊരു 15 വർഷം മധ്യപ്രദേശിലെ കാടുകളിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ട്രാക്ക് ചെയ്തിട്ടുള്ള മൃഗമാണ് കടുവ. കാരണം ഗസ്റ്റുകൾ അവിടെ കാണാൻ വരുന്നത് കടുവയെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വണ്ടി ഓടിച്ച് കടുവയുടെ ട്രാക്കൊക്കെ നോക്കിയിട്ട് അതിനെ ട്രാക്ക് ചെയ്യാനായിട്ട് കുറേ അവസരം കിട്ടിയിട്ടുണ്ട്. 100 കണക്കിന് കടുവകളെ ഫോട്ടോ എടുക്കാനും അതിനെ ബിഹേവിയറൊക്കെ ഒബ്സർവ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കടുവ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പാഷനേറ്റ് ആണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവും. അതുപോലെ തന്നെ 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട് കടുവയെക്കുറിച്ച്, അതൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എന്നിരുന്നാലും കടുവ ലോകത്തിലെ ഏറ്റവും വലിയ പൂച്ചവർഗ്ഗമാണ്. ഏകദേശം 300 കിലോ ഉള്ള കടുവകളെ വരെ കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണ ഒരു 160 മുതൽ 250 കിലോ വരെ വലിപ്പം വെക്കുന്നതാണ് കടുവകൾ. പെൺകടുവകൾക്ക് അതിലും സൈസ് കുറവാണ്. നമുക്കറിയില്ല, അതിന് മഞ്ഞ നിറവും എൻ്റെ ദേഹത്ത് കറുത്ത വരകളും ഒക്കെ ഉണ്ട്. കറുത്ത വരകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് പോലെ എല്ലാ വരകളും എല്ലാ കടുവകളിലും വ്യത്യസ്തമായിരിക്കും. ഒരിക്കലും ഒരു കടുവയുടെ 2 കടുവകളുടെ വരകൾ ഒരുപോലെ വരില്ല. അതുപോലെ തന്നെ ആൺകടുവകൾക്ക് നല്ല സടയുണ്ട്, നല്ല മെയിനുണ്ട്, നല്ല വലുപ്പക്കൂടുതലുണ്ട്. പെൺകടുവകൾ അതിലും ചെറുതായിരിക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇതിനെ കാണാനായിട്ട്. പ്രത്യേകിച്ച് കാടുകളിലൊക്കെ നമ്മുടെ കേരളത്തിനടുത്തുള്ള ബന്ദിപ്പൂർ നാഗർഹോളയൊക്കെ ഇപ്പോൾ നല്ല സൈറ്റിംഗ് ഉണ്ട്. നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മുടെ ഫ്രണ്ട്സിനിടയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്, കടുവ ഏതാണ് പുലി ഏതാണ്. കടുവ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ പറയുന്നത് കടുവയ്ക്ക് വരയുള്ള മഞ്ഞ നിറവും കറുത്ത വരകളും ഉള്ളതാണ് കടുവയെന്ന് നമ്മൾ പറയുന്നത്. പുലിക്ക് മഞ്ഞ നിറവും അതിൻ്റെ ദേഹത്ത് പുള്ളികളുള്ള റോസെറ്റ്സ് ഉള്ളതാണ് പുള്ളി. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ കഴിഞ്ഞ വർഷം മസനഗുഡി പോയപ്പോഴത്തേക്കിന് നമ്മളോട് ഒരു വില്ലേജർ ഇപ്പം പറഞ്ഞു,
ഇപ്പോൾ ഒരു പുലി അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളോർത്തോ പുലിയല്ലേ ഇപ്പം പോയതുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു പുലി എങ്ങനെയായിരിക്കുന്നത്, അപ്പം പറഞ്ഞ് നല്ല വരയുള്ള വരയും പുലി. അപ്പം അവർ കടുവയ്ക്ക്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ കടുവയ്ക്ക് പുലി എന്ന് പറയും, നമ്മുടെ നാട്ടിലുള്ള പുലിക്ക് അവർ സിരുത്തെ എന്നാണ് പറയുന്നത്. ഞാൻ കടുവയെപ്പറ്റി ഓൾറെഡി 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അധിക പ്രസംഗമായി മാറും എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ അത് കമൻറ്റായി ഇടുകയാണെങ്കിൽ അതിന് ഞാൻ ആൻസർ ചെയ്യാം. 4ാമത്തെ ബിഗ് ക്യാറ്റാണ് സ്നോ ലെപ്പേർഡ് അഥവാ ഹിമപ്പുലി. സ്നോ ലെപ്പേർഡിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം പറയാനുള്ളത്, ഞാൻ സ്നോ ലെപ്പേർഡിനെ കണ്ടിട്ടില്ല ഇന്നേവരെ. പക്ഷേ എൻ്റെ കുറേയേറെ സുഹൃത്തുക്കൾ ഇതിനെ കണ്ടിട്ടുണ്ട്. അവർ സ്ഥിരമായിട്ട് സ്നോ ലെപ്പേർഡിനെ കാണാനുള്ള ടൂറുകൾ ചെയ്യാറുണ്ട്. എൻ്റെ ഒരു സുഹൃത്താണെങ്കിൽ അവിടെ ഒരു സ്നോ ലെപ്പേർഡ് ലോഡ്ജ് എന്ന് പറഞ്ഞൊരു ക്യാമ്പ് തുടങ്ങി. അതിൻ്റെ 3 പാർട്ട്നേഴ്സും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, എടാ നീ വാ, സ്നോ ലെപ്പേർഡിനെ കാണാൻ പറ്റും, അവിടെ ഒന്ന് താമസിക്കാം, നിനക്ക് ഫ്രീ ആയിട്ട് താമസിക്കാം, നിനക്ക് പോയി സ്നോ ലെപ്പേർഡിനെ കാണാൻ പറ്റും, 5 പൈസ മുടക്കണ്ട, ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം കൊടുത്താൽ മതി എന്നൊക്കെ പറയും. പക്ഷേ സ്നോ ലെപ്പേർഡിനെ കാണാൻ വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ തണുപ്പ് പേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകാത്തതാണ്. കാരണം അവരുടെയൊക്കെ ഫോട്ടോയും വീഡിയോയിലൊക്കെ കാണാൻ പറ്റും. അവർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് വെച്ചിട്ടൊക്കെ ചില സമയത്തൊക്കെ -30, -30, -40 ഒക്കെ ആണ് അവിടുത്തെ തണുപ്പ്. എനിക്ക് തണുപ്പ് പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇത് കാര്യം പറയുമ്പോഴത്തേക്കും എൻ്റെ കുറേ സുഹൃത്തുക്കൾ പറയാറുണ്ട്, നിന്നെ ഒരു ദിവസം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഞാൻ കിഡ്നാപ്പ് ചെയ്തിട്ട് അങ്ങ് ലഡാക്കിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടിരുത്തിയിട്ട് നിന്നെ സ്നോ ലെപ്പേർഡ് കാണിക്കുമെന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. വളരെ അതിയായ ആഗ്രഹമുണ്ട്. ഒരിക്കൽ പോകും, തണുപ്പിന് പറ്റിയ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകണമെന്ന് വളരെ ആഗ്രഹമുണ്ട് സ്നോ ലെപ്പേർഡിനെ കാണാനായിട്ട്. ഏകദേശം ഒരു 15 വർഷം മുമ്പ് വരെയൊക്കെ ഫോട്ടോഗ്രാഫർമാരുടെ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരുടെ ഒക്കെ ഒരു സ്വപ്നമായിരുന്നു ഹിമപ്പുലി ഒന്ന് കാണുകയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുക എന്നൊക്കെ ഉള്ളത് അവരുടെ വളരെ ഡ്രീംസ് ആയിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, BBC-ക്ക് 1ാം സ്ഥാനം മേടിച്ച ഒരു സ്റ്റീവ് വിൻഡർ എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ ഉണ്ട് US-ലുള്ള. അദ്ദേഹം ഇന്ത്യയിലെ ഹിമാലയത്തിൽ ലഡാക്കിലൊക്കെ പോയിട്ട് കുറേയേറെ ക്യാമറ ട്രാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് അദ്ദേഹം കുറേ ഫോട്ടോസ് എടുത്തു ഹിമപ്പുലിയുടെയൊക്കെ. അപ്പം ഹിമപ്പുലി ഇങ്ങനെ സ്നോയ്ക്കകത്തോടെ നടക്കുന്നതും മേളിൽ നിന്ന് ഇങ്ങനെ സ്നോ ഇങ്ങനെ പെയ്യുന്നതും ഒക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചറൊക്കെ കണ്ടിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ കൊതിയോടുകൂടി നോക്കിയിരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം അത് ഭയങ്കര റെയർ ആയിരുന്നു അന്നൊക്കെ കാണാൻ. പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് കുറേയേറെ ആൾക്കാർ, നമ്മുടെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇപ്പം സ്നോ ലെപ്പേർഡ് ടൂർ ചെയ്യുന്നുണ്ട്. വിൻ്റർ സമയത്ത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്നോ ലെപ്പേർഡിനെ കുറേയേറെ കാണാൻ പറ്റും. സ്നോ ലെപ്പേർഡിനെ ഗ്രേ ഗോസ്റ്റ് ഓഫ് ദ മൗണ്ടൻസ് എന്നാണ് പറയപ്പെടുന്നത്. അത് പറയാൻ കാര്യം, ഹിമാലയത്തിലുള്ള മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകളും പാറകൾക്കിടയ്ക്കൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ സ്നോ ലെപ്പേർഡിനെ ഒന്നും ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ സ്നോ ലെപ്പേർഡിൻ്റെ ഒക്കെ ഫോട്ടോ അവിടെ പോയി എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഫേസ്ബുക്കിലൊക്കെ പടം ഇട്ടിട്ട് ചോദിക്കും, ഈ സ്നോ ലെപ്പേർഡിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ചിലപ്പോൾ 1-2 കുഞ്ഞുങ്ങൾ പോയിട്ടിരിക്കുന്ന എണ്ണത്തിന് കണ്ടുപിടിക്കാനായിട്ട് വളരെ പാടാണ്. അപ്പം സ്നോ ലെപ്പേർഡിനെ നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റുന്ന ഹിമാലയത്തിലാണ് മാത്രമാണ് കാണാൻ പറ്റുന്നത്. ചിലപ്പോൾ ഹിമാലയത്തിൻ്റെ ഫുട് ഹിൽസിലൊക്കെ ഇതിനെ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ കൂടാതെ വേറെ 11 രാജ്യങ്ങളിലും ഈ സ്നോ ലെപ്പേർഡിനെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിനെ കാണപ്പെടുന്നത് 2500 മുതൽ ഒരു 4500 മീറ്റർ പൊക്കമുള്ള മലനിരകളിലാണ് ഇതിനെ കാണപ്പെടുന്നത്. പക്ഷേ മംഗോളിയയിലൊക്കെ 600 മീറ്ററും 800 മീറ്ററും ഒക്കെ താഴെ വരെ സ്നോ ലെപ്പേർഡിനെ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെയും ഒക്കെ 4000 മീറ്റർ പൊക്കമുള്ള മലനിരകളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ 600 മീറ്റർ താഴെ വരെ സ്നോ ലെപ്പേർഡിനെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. സ്നോ ലെപ്പേർഡ് സാധാരണ ചാര നിറത്തിലാണ് കാണപ്പെടുന്നത്. അതുപോലെ അതിൻ്റെ ദേഹത്ത് കറുത്ത പുള്ളികളുണ്ട്, കറുത്ത റൊസെറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ സീസൺ മാറുന്നതനുസരിച്ച് ഇതിൻ്റെ ശരീരത്തിൻ്റെ കോട്ടിൻ്റെ കളറൊക്കെ മാറുന്നതായിട്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ കുറേ പ്രാവശ്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അവരവിടെ സ്ഥിരമായിട്ട് പോകാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അവർ ഇതിനെക്കുറിച്ച് നന്നായിട്ട് കണ്ടിട്ടുണ്ട്. സീസൺ മാറി, ചില സമ്മർ സമയത്തും വിൻ്റർ സമയത്തും ഒക്കെ സെയിം ഇൻഡിവിജ്വൽ സ്നോ ലെപ്പേർഡിൻ്റെ കോട്ടിൻ്റെ നിറം വേറെയാണെന്ന് അവർ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതൊരു പക്ഷേ സ്നോ ലെപ്പേർഡിന് മാത്രം ഒരു പ്രത്യേകതയായിരിക്കും. അത് നമുക്കറിയില്ല, കടുവയുടെ നിറം ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും ത്രൂ ഔട്ട് ദ സീസൺ അല്ലെ ലൈഫ് മൊത്തം. പക്ഷേ സ്നോ ലെപ്പേർഡിൻ്റെ ഇൻഡിവിജ്വലിൻ്റെ സീസൺ മാറുന്നതനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഈ സ്നോ ലെപ്പേർഡിൻ്റെ മെയിനായിട്ടുള്ള ഭക്ഷണം ഭരൽ അല്ലെങ്കിൽ ബ്ലൂ ഷീപ്പ് എന്ന് പറഞ്ഞൊരു മൃഗമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ കാരണം നമ്മുടെ ഇന്ത്യയിലെ ഹിമാലയത്തിലുള്ളിടത്ത് ഏറ്റവും അബൻഡൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഭരൽ അല്ലെങ്കിൽ ബ്ലൂ ഷീപ്പ് എന്ന് പറഞ്ഞ മൃഗമായതുകൊണ്ടാണ് അതിനെ കൂടുതലായിട്ട് ഭക്ഷിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ചില ഏരിയയിലൊക്കെ ഐബെക്സും അതിനൊക്കെ അവർ പിടിക്കാറുണ്ട്. ഹിമാലയൻ താറിനെ പിടിച്ച് തിന്നാറുണ്ട്, പിന്നെ മാർമറ്റ്സിനെ പിടിച്ച് കഴിക്കാറുണ്ട്, പൈക്കാസിനെ പിടിച്ച് കഴിക്കാറുണ്ട്. അപ്പം ഫുഡിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് അവർ പലതിനെയും കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ അവർ ഡൊമസ്റ്റിക് ക്യാറ്റിൽസ്, അവിടെയുള്ള ആൾക്കാർ വളർത്തുന്ന കാലികളെയൊക്കെ ഈ സ്നോ ലെപ്പേർഡ് പിടിച്ച് തിന്നാറുണ്ട്. സ്നോ ലെപ്പേർഡിന് വേറെ പ്രത്യേകത, ഇവർക്ക് മറ്റ് ക്യാറ്റ്സിനെ വെച്ച് നമുക്കറിയാം, സിംഹമാണെങ്കിലും കടുവയാണെങ്കിലും ഒക്കെ അവർക്ക് റോർ ചെയ്യാനുള്ള കഴിവുണ്ട്, അവർ നന്നായിട്ട് അലറാനുള്ള കഴിവുണ്ട്. പക്ഷേ സ്നോ ലെപ്പേർഡിന് ആ കഴിവില്ല. അതേസമയം നമ്മുടെ സുഹൃത്തുക്കൾ വേറെ കാര്യം ഒബ്സർവ് ചെയ്തിട്ട് ഉള്ളത്, ഇവരുടെ മേറ്റിംഗ് സമയത്ത് ഇവരുടെ ഒരു പ്രത്യേക തരത്തിലുള്ള സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് നല്ല ലൗഡായിട്ട് കേൾക്കാൻ പറ്റും. അത് മലനിരകളിലെ പല സ്ഥലത്തുമൊക്കെ നന്നായിട്ട് മുഴങ്ങി കേൾക്കുമെന്ന് ഇവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം റോർ ചെയ്യാനുള്ള കഴിവില്ലാത്ത സമയത്ത് തന്നെ മേറ്റിംഗ് സമയത്ത് ഒരു വലിയ രീതിയിൽ സൗണ്ട് ഉണ്ടാക്കാറുണ്ട് സ്നോ ലെപ്പേർഡ്സ്. സ്നോ ലെപ്പേർഡുകളുടെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്നോ ലെപ്പേർഡുകൾക്ക് കൃത്യമായ മേറ്റിംഗ് സീസൺ ഉണ്ട്. നമ്മൾ കടുവയെക്കുറിച്ചോ അല്ലെങ്കിൽ പുലിയെക്കുറിച്ചോ സിംഹത്തെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അറിയാം, പെൺ കടുവയോ പെൺ പുലിയോ ഒക്കെ ഹീറ്റിലാകുന്ന സമയത്ത് അവർ മേറ്റ് ചെയ്തും കുഞ്ഞുങ്ങൾ 3 മാസം കഴിയുമ്പോഴത്തേക്കിന് ജനിക്കുകയും ചെയ്യും. എന്നാൽ സ്നോ ലെപ്പേർഡിന് കൃത്യമായ മേറ്റിംഗ് സീസൺ ഉണ്ട്. സ്നോ ലെപ്പേർഡ് സാധാരണ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലൊക്കെയാണ് അവരുടെ
മേറ്റിംഗ് സീസൺ. കാരണം ആ സമയത്ത് മേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ സമ്മർ സമയം എന്ന് പറഞ്ഞാൽ ജൂൺ മാസമൊക്കെ ആകുന്ന സമയത്ത് ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി കുഞ്ഞുങ്ങൾ ഈ സമ്മറിനെ അവർക്ക് അതിജീവിക്കാൻ പറ്റും. കാരണം ഡിസംബർ ജാനുവരി മാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ -30 -40 -30 -40 വരെയൊക്കെ നല്ല തണുപ്പ് പോവും. ആ തണുപ്പിനെ ഒന്നും അതിജീവിക്കാൻ ഈ കുഞ്ഞുങ്ങൾക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവരുടെ മേറ്റിംഗ് സമയം ഈ ജനുവരി ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസങ്ങളിലാകുന്നതും. അതുപോലെ തന്നെ ബാക്കിയുള്ള അവിടെ ജീവിക്കുന്ന മൃഗങ്ങളൊക്കെ ഉണ്ട്, ബരലിൻ്റെയൊക്കെ ആണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ഐബക്സിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലൊക്കെയാണ്. ആ സമയത്ത് ഫുഡിൻ്റെ അവൈലബിലിറ്റി, അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ളതിൻ്റെ അവൈലബിലിറ്റിയും കൂടുതലുള്ളത് കൊണ്ടും ആയിരിക്കാം ഒരു പക്ഷേ ഇവരുടെ ഈ മീറ്റിംഗ് ടൈം ഈ സമയത്തായിരിക്കുന്നത്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നോ ലെപ്പേർഡ് നമുക്കറിയാം, അതിൻ്റെ മലയാളം പേര് ഹിമപ്പുലി എന്നാണ്, എല്ലാവരും പറയാറുണ്ട് ഹിമപ്പുലിയാന്ന്. പക്ഷേ ഇത് ജനിതകപരമായിട്ട് ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന കടുവയുടെ അടുത്താണ്, പുലിയുടെ അടുത്തല്ല. വേറൊരു കാര്യം, ഇന്ത്യയിൽ ഏകദേശം 200 മുതൽ 600 വരെ സ്നോ ലെപ്പേർഡ് ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. കൃത്യമായ വിവരം ഇതുവരെ ഇല്ല. സ്നോ ലെപ്പേർഡുകളെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കിന് നമ്മൾ ഒരു NGO കുറിച്ചും സംസാരിക്കണം. കാരണം ലഡാക്കിലുള്ള സ്നോ ലെപ്പേർഡ് കൺസർവൻസി എന്ന് പറഞ്ഞൊരു NGO ഉണ്ട്. അവർ കുറേയേറെ കാര്യങ്ങൾ സ്നോ ലെപ്പേർഡിൻ്റെ കൺസർവേഷന് വേണ്ടി അവിടെ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം അവർ ചെയ്യുന്ന പറഞ്ഞാൽ അവിടെയുള്ള കുറേയേറെ വില്ലേജസ് ഉണ്ട് ലഡാക്കിൽ താമസിക്കുന്നത്. അവരൊക്കെ സ്നോ ലെപ്പേർഡിനെ പണ്ട് കണ്ടിരുന്നത് ഒരു പെസ്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ വന്നിട്ട് മൃഗങ്ങളെ കൊന്നു തിന്നുന്ന ഒരു വൈൽഡായിട്ടുള്ള ഒരു ആനിമലായിട്ട് ആണ് സ്നോ ലെപ്പേർഡിനെ കരുതിയിരുന്നത്. ചില സമയത്ത് സ്നോ ലെപ്പേർഡ് എന്താ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ചെമ്മരിയാടുകളൊക്കെ സാധാരണ ഒരു കൂടിൻ്റെ അകത്താക്കി ഒരുമിച്ചിടും 10-30 എണ്ണമുള്ള. അപ്പോൾ സ്നോ ലെപ്പേർഡ് ഈ കൂടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ 10, 15, 20 ഒക്കെ ആടുകളെ ഒരുമിച്ച് ഈ സ്നോ ലെപ്പേർഡ് കൊല്ലാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊല്ലുന്ന സമയത്ത് ആ നാട്ടുകാർക്ക് ഈ സ്നോ ലെപ്പേർഡിനോട് ഭയങ്കര ദേഷ്യമായിരിക്കും. അവർ ഈ സ്നോ ലെപ്പേർഡിനെ കൊല്ലാറുണ്ട്, തിരിച്ചതിനെ തല്ലി കൊല്ലുക അല്ലെങ്കിൽ വിഷം വെച്ചൊക്കെ ഈ സ്നോ ലെപ്പേർഡുകളെ ഇവർ കൊല്ലാറുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്നോ ലെപ്പേർഡ് കൺസർവൻസി കുറേയേറെ ഹോം സ്റ്റേകൾ അവിടെ തുടങ്ങി. അവിടെയുള്ള വില്ലേജും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് അവർ ഹോം സ്റ്റേകൾ തുടങ്ങിയപ്പോൾ നമുക്ക് സ്നോ ലെപ്പേർഡിനെ കാണാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അവിടെ പോയി താമസിച്ചിട്ട് അവർക്കൊരു വരുമാനമായി തുടങ്ങി. കാരണം ആ വില്ലേജിലുള്ളവർക്ക് ഈ സ്നോ ലെപ്പേർഡിനെ കുറിച്ച് കൊണ്ട് കാശുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് മനസ്സിലായി സ്നോ ലെപ്പേർഡ് ആക്ച്വലി ഒരു നല്ല മൃഗമാണ്, കാരണം അവരുടെ നാട്ടുകാർക്ക് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവർ കുറേയേറെ ആളുകൾ കൂടിയിട്ട് ഈ ഹോം സ്റ്റേകൾ തുടങ്ങിയപ്പം അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സ്നോ ലെപ്പേർഡ്. അപ്പം സ്നോ ലെപ്പേർഡ് കൺസർവൻസി എന്ന് പറഞ്ഞൊരു അമേസിംഗ് NGO ആണ്. നിങ്ങൾ ലഡാക്കിലൊക്കെ സ്നോ ലെപ്പേർഡിനെ കാണാൻ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ NGO ആയിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയി താമസിക്കാൻ പറ്റും. കുറേയേറെ നല്ല ഹോം സ്റ്റേസ് ഒക്കെ ഉണ്ട് ലഡാക്കിൽ. അടുത്തത് ചീറ്റയെക്കുറിച്ചാണ് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ചീറ്റയെക്കുറിച്ച് പറയാനായിട്ട് കുറേ കാര്യങ്ങൾ ഓർത്തപ്പോഴത്തേക്കിന് മനസ്സിലായി പറഞ്ഞാലൊന്നും തീരാത്ത കുറേയേറെ കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് ഇന്ത്യയിൽ പണ്ടുണ്ടായിരുന്നൊരു പൂച്ചവർഗ്ഗമായിരുന്നു. 1947 അവസാനമായിട്ട് ഇതിനെ കണ്ടെത്തിയത്. പിന്നെ ആഫ്രിക്കയിൽ നമ്മളിപ്പം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് മധ്യപ്രദേശിലെ കുണു നാഷണൽ പാർക്കിൽ എങ്ങനെ സർവൈവ് ചെയ്യുന്നതെന്നും അതിൻ്റെ ഇപ്പോഴത്തുള്ള സ്റ്റാറ്റസുകളൊക്കെ പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ കാണുക, അത് ചീറ്റപ്പുലിയെക്കുറിച്ചുള്ള വീഡിയോ ആയിരിക്കും. നമ്മളിപ്പം ബിഗ് ക്യാറ്റിനെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ചീറ്റപ്പുലി ഒരു ബിഗ് ക്യാറ്റ് അല്ല, അത് ബിഗ് ക്യാറ്റ് അല്ലെന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം. കടുവ, പുലി, സിംഹം എന്നിവയെക്കുറിച്ച് നേരത്തെ തന്നെ ഞാൻ വീഡിയോ ചെയ്തിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അതിന് ഉത്തരം നൽകാമെന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിലുള്ള 4-5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ആൻസറുകൾ ഞാൻ വരും വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ ചോദ്യം ചോദിച്ചത് അഭിഷേക് 9639 എന്നുള്ള ഹാൻഡിൽ എന്നുള്ള ആളാണ്. അപ്പം വാട്ട് ആർ ദ ബിഗ്ഗസ്റ്റ് ചലഞ്ചസ് ഇൻ കൺസേർവിംഗ് ബിഗ് ക്യാറ്റ്സ് ഇൻ ഇന്ത്യ ടുഡേ? ഈസ് ഇറ്റ് ഹാബിറ്റാറ്റ് ലോസ്, ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് ഓർ സംതിങ് എൽസ്? ബിഗ് ക്യാറ്റുകൾ, വലിയ പൂച്ചകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ പറഞ്ഞ പോലെ തന്നെ ഹാബിറ്റാറ്റ് ലോസും ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റും ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു, ഞാൻ പഠിച്ചിട്ടുള്ളത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അവർക്ക് കൊറിഡോർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഇന്ത്യയിലെ കാടുകൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ സെൻട്രൽ ഇന്ത്യയിൽ ബാന്ധവഡ് എന്ന് പറഞ്ഞൊരു ടൈഗർ റിസർവ് ഉണ്ട്. അതൊരു ചെറിയൊരു ടൈഗർ റിസർവാണ്. അടുത്തിടയ്ക്കാണ് കൊറിഡോറൊക്കെ വന്നുകൊണ്ടിരുന്നത്. അതുവരെ ഒരു ചെറിയ ഐലൻഡിൽ നിൽക്കുന്ന ഒരു പോപ്പുലേഷനായിരുന്നു. അപ്പോൾ അവിടെ മാത്രം കുറേയേറെ ടൈഗർ ജീവിച്ചിട്ട് വെളിയിലോട്ട് പോകാൻ പറ്റാതെ അവിടെ തന്നെ ഇൻബ്രീഡ് ചെയ്തിട്ട് വരുന്ന കുറേയേറെ കടുവകൾ. അതുപോലെ തന്നെ നമുക്കറിയാം ലോകപ്രസിദ്ധമായിട്ടുള്ള രന്തംബൂർ ടൈഗർ റിസർവ് രാജസ്ഥാനിലുള്ള, അവിടെയും ഈ സെയിം പ്രശ്നമാണ്. കാരണം കടുവകൾ ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ 1000, 1500 അല്ല 2000 സ്ക്വയർ കിലോമീറ്ററിലുള്ള അവിടെ മാത്രമാണ് കടുവകളുള്ളത്. അപ്പോൾ അവിടെയുള്ള കടുവകൾക്കൊക്കെ എന്തെങ്കിലും കാര്യമായിട്ടൊരു ഡിസീസൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഷീസിൻ്റെ ആ ഏരിയയിലുള്ളത് മൊത്തം അന്യം നിന്ന് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് കൊറിഡോർ ഇല്ലാത്ത, ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള കൊറിഡോർ ഇല്ലാത്തതാണ് ബിഗ് ക്യാറ്റ്സ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് എൻ്റെ ഒരു ആൻസർ അതിനുള്ളത്. കോറിഡോർ എന്ന് പറഞ്ഞാൽ വൈൽഡ് ലൈഫ് കോറിഡോർ എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് ഭയങ്കരമായിട്ട് ചർച്ച വരുന്നുണ്ട്. കാരണം നമുക്കറിയാം ചിലപ്പോൾ 2 കാടുകൾ, ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ഇവിടെ കാടുണ്ട്, നമുക്ക് വയനാട് കുറേയേറെ കാടുകളുണ്ട്. വയനാട് തൊട്ടടുത്ത് കിടക്കുന്ന ബന്ദിപ്പൂറുണ്ട്, പിന്നെ നാഗർഹോള, ഇങ്ങനെ 2-3 ടൈഗർ റിസർവ് ഒക്കെ ഒരുമിച്ച് അടുത്ത് കിടക്കുന്നതാണ്. ഇതിനെ ഒരു കൊറിഡോർ എന്ന് പറയുന്നത് നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ആനിമൽസിന് ഇവിടുന്ന് സ്വസ്ഥമായിട്ട് അടുത്ത കാട്ടിലോട്ട് നീങ്ങാൻ പറ്റും. പക്ഷേ അതേസമയം ഒന്ന് ഓർത്ത് നോക്കും, ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അവിടെയുള്ള ആനിമൽസിന് വെളിയിലോട്ടൊന്നും പോകാൻ പറ്റാതെ
ചുറ്റുപാട് 4 ചുറ്റിനും ഗ്രാമങ്ങളും ബാക്കി ഹൈവേകളും ഒക്കെ നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അതിനെങ്ങോട്ടും പോകാൻ പറ്റില്ല. പക്ഷേ അതിനിടയ്ക്ക് ചെറിയൊരു കാടുണ്ട്, ഒരു പാച്ച് ഇങ്ങനെ അടുത്ത കാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കാടുണ്ടെങ്കിൽ ആ കാടുകളെയാണ് കൊറിഡോർസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചില സമയത്തൊക്കെ കൊറിഡോറൊക്കെ 50 കിലോമീറ്റർ 100 കിലോമീറ്റർ ഒക്കെ നീളമുള്ള കൊറിഡോർസ് ഒക്കെ ഉണ്ട് പല സ്ഥലത്തുമൊക്കെ. അപ്പോൾ ആ കൊറിഡോറൊക്കെയാണ് വൈൽഡ് ലൈഫിൻ്റെ സർവൈവലിന് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ. അഭിഷേക് ആ കൂട്ടത്തിൽ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹൗ ഡു ലോക്കൽ മിത്സ് ഓർ സ്റ്റോറീസ് അറൌണ്ട് ബിഗ് ക്യാറ്റ്സ് ഇൻഫ്ലുവൻസ് ദ പ്രൊട്ടക്ഷൻ ഓർ പെർസിക്യൂഷൻ ഇൻ റൂറൽ ഇന്ത്യ? ഓക്കെ, അതിന് ഒരു എക്സാമ്പിൾ പറയാനുള്ളത്, കുറേയേറെ മിത്തുകൾ ഈ സെൻട്രൽ ഇന്ത്യയിലുള്ള ട്രൈബ്സിനിടയ്ക്കുണ്ട്. പ്രത്യേകിച്ച് ബൈഗാസും ഗോൺസും ഒക്കെ. അവരൊക്കെ ഈ ബിഗ് ക്യാറ്റ്സിനെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ആയിട്ട് നോക്കുന്ന ആൾക്കാരാണ്. ഒരു കാര്യം ഞാൻ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതൊക്കെ, ബൈഗാസൊക്കെ എന്താ വെച്ചാൽ, ബൈഗാസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇന്ത്യയിലുള്ളൊരു ട്രൈബാണ്. അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർ വീടിൻ്റെ വെളിയിൽ വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കും. കാരണം ഇത് ടൈഗറിന് വന്ന് കുടിക്കാൻ, അല്ലെങ്കിൽ ബിഗ് ക്യാറ്റ്സിന് വന്ന് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള, കാരണം അവർ ടൈഗറിനെ വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ആനിമലായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് കാരണം അവരൊന്നും ആ ആനിമലിനെ ഒന്നും ഹാം ചെയ്യാറില്ല. അവരുടെ വീടിനടുത്ത് വന്നാലോ ഒരു മൃഗങ്ങളെ കൊന്നാലോ ഒന്നും അവരതിനെ തിരിച്ച് കൊല്ലാനായിട്ടൊന്നും പോകാറില്ല. അപ്പോൾ ആ മിത്ത് കൊണ്ടൊക്കെ കുറേയേറെ ആനിമൽസ് സർവൈവ് ആവുന്നുണ്ട്. അതിനൊരു ക്ലാസിക് എക്സാമ്പിളാണ് ബൈഗാസിൻ്റെ ഈ സ്റ്റോറി സെൻട്രൽ ഇന്ത്യയിലെ. അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോനു അനന്തും ജോസഫും ഇങ്ങനെ 2-3 പേര് ഒരു ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്. സിംഹം, കടുവ ഇവരിൽ ആരാണ് ശക്തൻ എന്ന്. അപ്പം ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, അപ്പോൾ ഇന്ത്യയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, സിംഹം നമുക്കറിയാലോ, ആഫ്രിക്കയിലുണ്ട് സിംഹമാണ് അവിടുത്തെ രാജാവ്. പക്ഷേ ഇന്ത്യയുടെ കാട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കിന് കടുവയാണ് രാജാവ്. കാരണം ഓൾറെഡി നമ്മളിത് പറഞ്ഞു, സിംഹം ഒരു വലിപ്പം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ 220 കിലോ വരെ മാത്രമാണ് ഇതിന് വലിപ്പം വെക്കുന്നത്. പക്ഷേ കടുവകൾ 250-300 കിലോ വലിപ്പം വെക്കുന്ന നല്ല സൈസുള്ള കടുവകളാണ്. അതുപോലെ തന്നെ നമ്മുടെ കാട്ടിൽ ഒറ്റയ്ക്ക് നടന്നത്, സിംഹമാണെങ്കിൽ സോളിറ്ററി അല്ല, സിംഹം കൂട്ടമായിട്ട് ജീവിക്കുന്നതാണ്. പക്ഷേ കടുവ എന്ന് പറയുന്നത് സോളിറ്ററിയാണ്, ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് ഒറ്റയ്ക്ക് ഇര തേടുന്ന മൃഗമാണ് സിംഹം. ശക്തരിൽ ശക്തരാണ്. അപ്പോൾ എൻ്റെ വോട്ട് എന്തായാലും കടുവയ്ക്ക് ആണ്. അടുത്തൊരു ചോദ്യം, മുൻപ് കാട്ടുപോത്തിനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത പോലെ ഇന്ത്യയിൽ കടുവ, സിംഹം അങ്ങനെ അവയൊക്കെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന്. അപ്പം സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് കടുവയെ. സിംഹത്തെ ഇന്നേവരെ ചെയ്തിട്ടില്ല. കാരണം അതൊരു ഗുജറാത്തിൻ്റെ പ്രൈഡായിട്ട് കരുതി വെച്ചേക്കുന്നതാണ്. ഗുജറാത്തുകാർ ഇന്നേവരെ സിംഹത്തെ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അത് വേറൊരു കഥയാണ്, അതിനെക്കുറിച്ച് പിന്നീട് പറയാം. പക്ഷേ സിംഹത്തെ അപേക്ഷിച്ച് കടുവയെ സ്ഥിരമായിട്ട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാറുണ്ട്. മധ്യപ്രദേശിലൊക്കെ ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. കൻഹ ടൈഗർ റിസർവിൽ നിന്ന് കടുവയെ പിടിച്ചിട്ട് 10-200 കിലോമീറ്റർ ദൂരെയുള്ള ബാന്തോഗഡി കൊണ്ടുവന്നും, ബാന്തോഗഡിയിൽ നിന്നൊക്കെ പിടിച്ചിട്ട് പന്ന എന്ന് പറഞ്ഞ ടൈഗർ റിസർവിൽ കൊണ്ടുവന്നതും, മധ്യപ്രദേശിൽ തന്നെ ഒരു കടുവയെ പിടിച്ചിട്ട് ഒറീസയിലെ സിംലിപാൽ ടൈഗർ റിസർവിലൊക്കെ അവർ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇന്ത്യയിലുള്ള ഒരുപാട് എല്ലാ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും വളരെ എക്വിപ്ഡ് ആണ്. കടുവകളൊക്കെ മെയിനായിട്ട് പിടിച്ച് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത് സാധാരണ യങ്ങായിട്ടുള്ള കടുവകൾ, 2 വയസ്സൊക്കെ പ്രായമുള്ള കടുവകൾ അവരുടെ ടെറിട്ടറിയിൽ നിന്ന് വെളി വരുന്ന സമയത്ത് അതിനെ പിടിച്ചിട്ട് വേറെ ടൈഗറിൻ്റെ അത്ര പോപ്പുലേഷൻ ഇല്ലാത്ത സ്ഥലത്തോട്ടൊക്കെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് കേരളത്തിൽ ഇതിനെ ആലോചിക്കേണ്ടി വരും. കാരണം വയനാട്ടിലൊക്കെ ടൈഗറിൻ്റെ എണ്ണം അത്യാവശ്യം കൂടുന്നുണ്ട്. അപ്പം അതിനെ ഇവിടുന്ന് പിടിച്ചിട്ട് വേറെ ടൈഗറിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലത്തോട്ടൊക്കെ നമുക്ക് കടുവകളെ മാറ്റാനായിട്ടൊക്കെ പറ്റും. കേരളത്തിൽ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. കേരളത്തിലൊക്കെ കടുവകളൊക്കെ ജനവാസ മേഖലയിലോട്ടൊക്കെ ഇറങ്ങുന്ന കടുവകളെ പിടിച്ചു മറ്റു പല സ്ഥലത്തോട്ടുമൊക്കെ മാറ്റാറുണ്ട്. അടുത്തൊരു ചോദ്യം അനൂപ് ചോദിച്ചിരിക്കുന്നത്, ബിഗ് ക്യാറ്റ്സിന് എത്ര ഭക്ഷണം മിനിമം വേണമെന്നുള്ളതാണ്. എത്ര ദിവസം ഭക്ഷണമില്ലാതെ ജീവിക്കുമെന്നൊക്കെ. അപ്പം അതിനൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ടൈഗറൊക്കെ ആണെങ്കിൽ കടുവയ്ക്ക് ഒരു വർഷം 50 മുതൽ 60 ഡിയർ വേണം മിനിമം. എന്ന് പറഞ്ഞാൽ ആഴ്ചയിലൊരു ഡിയറിനെങ്കിലും അവർ കൊല്ലണം. പിന്നെ സപ്ലിമെൻ്റ് ആയിട്ടുള്ള ബാക്കി ഭക്ഷണമൊക്കെ വേണ്ടി വരും. അപ്പം ഒരു 50 to 60 ഡിയർ അവർക്കൊരു വർഷം വേണ്ടി വരും. അപ്പോൾ അത്ര എണ്ണത്തിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു 10-500 ഡിയറിൻ്റെ പോപ്പുലേഷനുള്ള സ്ഥലത്തെങ്കിലും ഇവർ താമസിക്കണം, ഈ കടുവകൾ ഉണ്ടായിരിക്കണം. അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്യാം ശിവാനന്ദനാണ്. ഗീർ വനത്തിൽ നിന്ന് സിംഹം എന്താണ് മറ്റു കാടുകളിലേക്ക് എത്താത്തത്? ഗീർ വനത്തിൽ മാത്രമല്ല ഇപ്പോൾ സിംഹങ്ങളുള്ള, ഗീർ വനത്തിനടുത്തുള്ള കാടുകളിലെല്ലാം ഇപ്പം സിംഹം കുറേ സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പോർബന്തറിനടുത്തുള്ള സമുദ്രത്തിൻ്റെ അടുത്ത് വരെ സിംഹം എത്തിയിട്ടുണ്ട്. പിന്നെ അടുത്ത വേറെ സ്ഥലങ്ങളിലോട്ട് വ്യാപിക്കാത്തതിന് മെയിനായിട്ടുള്ള കാര്യം, അവിടെ കുറേയേറെ ഗ്രാമങ്ങളുണ്ട്. ഗ്രാമങ്ങളും വലിയ ഹൈവേകളും സിറ്റികളും ഒക്കെ ഉണ്ട്. അത് കടന്നു പോകാനൊന്നും സിംഹത്തിന് പറ്റത്തില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സിംഹമൊന്നും അങ്ങോട്ട് അടുത്ത സ്ഥലങ്ങളിലോട്ടോ അല്ലെങ്കിൽ അടുത്ത സംസ്ഥാനത്തോട്ടൊന്നും എത്താത്തത്. എത്താനായിട്ട് ഗുജറാത്ത് സംഭവിക്കും തോന്നുന്നില്ല. കാരണം ഗുജറാത്തിൻ്റെ ഒരു പ്രൈഡാണ് സിംഹം. അവർ സിംഹത്തെ മധ്യപ്രദേശിന് പോലും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായിട്ടില്ല. സുപ്രീം കോടതി വിധി വന്നിട്ട് പോലും. അങ്ങനെ കുറേയേറെ കഥകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ റീസൺ കൊണ്ടായിരിക്കാം അവിടെ ഗ്രാമങ്ങളുള്ളതുകൊണ്ടും ഹൈവേകളുള്ളതുകൊണ്ടും അവരൊരു ഐസൊലേറ്റഡ് ആയിട്ട് അവിടെ നിൽക്കുന്നത്. എന്നിരുന്നാലും ഗീർ വനത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലോട്ടും സിംഹം ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ബിഗ് ക്യാറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ. ബിഗ് ക്യാറ്റ്സ് മാത്രമല്ല, ഒരു ബ്രിഡ്ജ് ക്യാറ്റായ ക്ലൗഡർ ലെപ്പേർഡിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ചീറ്റയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂച്ച ഏതാണ്? അത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. കീപ് വാച്ചിങ്
ഇനിയും ഇങ്ങനെയുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.